ഹേ ഗൈസ്, ഞാൻ പിന്നെ വന്നു. 1 ബില്യൺ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഫ്രീ എപ്പിക്സും അതുപോലെ തന്നെ കിടിലൻ പുതിയ എപ്പിക് പാക്സ് ഒക്കെ വരുന്ന സമയത്താണ് കൊണാമി നമുക്ക് കിടിലൻ ഒരു നോമിനിറ്റിയും പാക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു പാക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ വീഡിയോയിലേക്ക് പോകല്ലേ? മാജിക്കൽ ട്രിപ്പിളേഴ്സ് എന്നുള്ളൊരു തീമിലാണ് ഈ ഒരു പാക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു തീം കണ്ടാലറിയാം, ഓൾറെഡി കഴിഞ്ഞ സീസണിൽ നമുക്ക് ഇതുപോലൊരു പാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സും പ്ലേയിങ് സ്റ്റൈലുമാണ് ഈ ഒരു പാക്കിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് പ്ലേയേഴ്സിന് ഓരോരുത്തരായിട്ട് എടുത്ത് നോക്കാം. അങ്ങനെ 4 സ്റ്റാറിൻ്റെ കേസിൽ ഈ ഒരു ഒമരി ഹച്ചിൻസൺ ആളൊരു ഹോൾ പ്ലെയർ ആണ്, 4 സ്റ്റാർ ആണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസും വേണ്ടുന്ന സ്കിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാർഡ് തന്നെയാണ് ഹച്ചിൻസൻ്റെ ഈ ഒരു കാർഡ്. പിന്നെ അത്യാവശ്യം ഡ്രിബ്ലിങ് നല്ല സ്മൂത്തായിട്ട് കാണുന്നുണ്ട്. കിക്കിംഗ് പവർ അത്ര ഇങ്ങോട്ട് എഫക്റ്റീവ് അല്ല, എന്നാലും കുഴപ്പമില്ല. അടുത്തത് ഇബ്രാഹിം എംബായെ, ഒരു റോമിംഗ് ഫ്ലാങ്ക് വിങ്ങറാണ്. റൈറ്റ് വിങ്ങിലാണ് കൂടുതലായിട്ട് നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്നത്. സ്പീഡ് അത്യാവശ്യമൊക്കെ ഉണ്ട്, അത്യാവശ്യം ഡ്രിബിൾ ചെയ്ത് കയറാൻ പറ്റുന്ന അത്യാവശ്യം വേണ്ടുന്ന സ്കിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പാർസിങ് സ്കില്ല് അധികമില്ല, സോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അടുത്തത് സെയിൻറ്റ് മാക്സിമൻ്റെ ഒരുപാട് പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡുകൾ നമ്മൾ മുമ്പ് കളിപ്പിച്ചിട്ടുണ്ടാകും. അതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഒരു കാർഡിന് വന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, ക്വിക്കായിട്ടുള്ള ഒരു വിങ്ങർ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് തീർച്ചയായിട്ടും നോക്കാം. പിന്നെ അത്യാവശ്യം ബോൾ കൺട്രോളും ഫിനിഷിങ്ങും ഒക്കെ അത്യാവശ്യം ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. ഇൻ ഗെയിം സ്റ്റാറ്റ്സ് ഇല്ലെങ്കിലും പെർഫോമൻസ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അടുത്തത് ഡാനി സെവേഴ്സിൻ്റെ ഈ ഒരു ഓർക്കസ്ട്രേറ്റർ കാർഡാണ്. ആക്ച്വലി ഒരു റയൽ മാഡ്രിഡ് സ്ക്വാഡൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ പറ്റിയൊരു കാർഡ് തന്നെയാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല രീതിക്ക് എഫക്റ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. പിന്നെ വേണമെങ്കിൽ പൊസിഷൻ ബൂസ്റ്ററൊക്കെ കൊടുത്തിട്ട് റൈറ്റ് വിങ്ങോ ലെഫ്റ്റ് വിങ്ങോ ഒക്കെ കളിപ്പിക്കാനും അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാർഡ് തന്നെയാണ് സെബയാസിൻ്റെ ഈ ഒരു കാർഡ്. അടുത്തത് റയാൻ ഐറ്റ്നൂരി. ഇത് തന്നെയാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്നറിയില്ല. ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ്. ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ പൊസിഷൻ ബൂസ്റ്റർ കൊടുത്ത് റൈറ്റ് വിങ്ങിനെ കളിപ്പിക്കാം. അത്യാവശ്യം വന്ന് പാസിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഡിഫെൻസീവ് ആയിട്ടുള്ള സ്കിൽസ് ഒന്നും അധികം കൊടുത്തിട്ടില്ല. സോ അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് റൺ എടുക്കാനും ക്രോസിങ് അത്ര കിടിലല്ലെങ്കിലും നമുക്ക് എന്താ പറയുക, ഒരു അറ്റാക്കിംഗ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ട് റണ്ണും ത്രൂ പാസും ഒക്കെ ഈ ഒരു കാർഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഡിഫെൻസീവ്ലി ഓക്കെയാണ്. പിന്നെ ബോൾ വിന്നിങ്ങും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് കൺസിഡർ ചെയ്യാം. അടുത്തത് എസ്റ്റവ. ഈ ഒരു പാക്കിൽ സ്റ്റാർ പ്ലെയർ എന്ന് വേണമെങ്കിൽ കണ്ണടച്ച് പറയാം. ഒരു റോമിംഗ് ഫ്ലാങ്ക് കാർഡാണ് വരുന്നത്. റൈറ്റ് വിങ്ങറാണ്, അതുപോലെ തന്നെ ലെഫ്റ്റ് ഫൂട്ടറാണ്. സോ നല്ല രീതിക്ക് ഒരു എന്താ പറയുക, റൈറ്റ് വിങ്ങിൽ പ്രോപ്പറായിട്ടുള്ളൊരു വിങ്ങർ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് പറ്റിയ കാർഡ്. മാത്രമല്ല ലോങ് റേഞ്ച് കളർ, ലോങ് റേഞ്ച് ഷൂട്ടിങ് വേണ്ടുന്ന ഷൂട്ടിംഗ് സ്കിൽസും കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് 85 എബോ കിക്കിംഗ് പവറും കൊടുത്തിട്ടുണ്ട്. സോ 90 വരെയൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ കാർഡ് ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് അലക്സാണ്ടർ ഇസാക്കിൻ്റെ ഈ ഒരു ഗോൾ പൗച്ചർ കാർഡാണ്. നല്ല സ്പീഡി ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചവിട്ടി കയറ്റാൻ പറ്റുന്ന എന്നാൽ ഏരിയയിൽ അത്യാവശ്യം ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ഇസാക്കിൻ്റെ ഈ ഒരു കാർഡ്. 192 സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ ഉണ്ട്. മാത്രമല്ല ജമ്പിങ് സ്റ്റാറ്റ്സും ഹെഡിങ് സ്റ്റാറ്റ്സും ഒക്കെ അത്യാവശ്യം ബെറ്ററാണ്. സോ അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തതിന് നിങ്ങൾക്ക് ക്രോസ് പാമിനൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈസി ടു യൂസ് ആണ്, ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഇസാക്കിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഈ പാക്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന മാത്യൂസ് കുഞ്ഞിൻ്റെ ഈ ഒരു ഹോൾ പ്ലെയർ കാർഡ്. സ്റ്റാറ്റ് വൈസ് ഓക്കെയാണ്. അഡീഷണൽ സ്കില്ല് എല്ലാം അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. ഫോമും വീക്ക് ഫുട്ടും ഒക്കെ പക്കയാണ്. ഇൻ ഗെയിം പെർഫോമൻസ് ഞാൻ പറയാണ്ട് തന്നെ പലർക്കും അറിയാം. ഈ ഒരു പ്ലെയറിൻ്റെ പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ്സ് കളിപ്പിച്ച് നോക്കിയവരാണെങ്കിൽ എത്രത്തോളം ഇമ്പാക്റ്റ് തരുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് വൃത്തികേടാക്കുന്നില്ല. നിങ്ങളൊരു പുതിയതായിട്ട് ഗെയിം തുടങ്ങിയ ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കാർഡിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഓൺലൈൻ മാച്ചുകളിലൊക്കെ നല്ല ഇമ്പാക്റ്റ് തരാൻ പറ്റുന്നൊരു കാർഡാണ് കുൻഹേൻ്റെ ഈ ഒരു കാർഡ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു പാക്കിൽ മൊത്തത്തിലുള്ള കാർഡ്സ് എന്ന് പറയുന്നത്. സോ ഇനി ഈ ഒരു അക്കൗണ്ടിൽ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഒരു എസ്തവാൻ്റെ കാർഡാണ്. കാരണം എനിക്ക് ഈ ഒരു അക്കൗണ്ടിൽ എസ്തവാൻ്റെ വേറൊരു കാർഡും ഇല്ല.
പിന്നെ നേരത്തെ ഒരു 100 കോയിന് കറക്കിയിട്ട് വേറൊരു അക്കൗണ്ടിൽ എനിക്ക് റെസ്റ്റോറൻറ്റ് കാർഡ്, ഒരു ഹോട്ട് പ്ലെയർ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോഴും അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. സോ അടുത്തായിട്ട് ഞാൻ ഒരു കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇസാക്കിനായിരിക്കും നോക്കുക. ഏതായാലും എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ഡീപ് ലൈൻ ഫോർവേഡിൻ്റെ കാർഡ് ഉണ്ട് കുൻഹേൻ്റെ. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു കാർഡ് നോക്കുന്നില്ല. അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളുടെ കയ്യിൽ വെറുതെ എക്സ്പയർ ആയി പോകാനുള്ള നോമിനേറ്റിംഗ് കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പാക്ക് മിസ് ചെയ്ത് ഇതുപോലെ നല്ല പാക്കൊക്കെ വല്ലപ്പോഴൊക്കെ കൊണാമി തരുന്നുള്ളൂ. സോ അത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ എപ്പിക് പ്ലേയേഴ്സിൻ്റെ പിറകെ മാത്രം പോകാതെ ഇതുപോലുള്ള ഹിഡൻ ജെംസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഷോപ്പിൽ വാൻബിസാക്കയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതും ഒരു 5000 പോയിന്റ് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. സോ ഇത്രയൊക്കെ വീഡിയോ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.